ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്ടറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഫെബ്രുവരി മന്ത് റീഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ് ഇതെങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ മാസം റിലേഷൻഷിപ്പിൽ വേൾഡ് കാർഡാണ് ആദ്യം വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് വാൻഡ്സ്, മൂൺ കാർഡ്, പേജ് ഓഫ് പെന്റക്കിൾസ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്. കരിയർ, സെവൻ ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ത്രീ ഓഫ് കപ്സ് ആൻഡ് സെവൻ ഓഫ് വാൻഡ്സ്. കരിയറിൽ ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഫിനാൻസ് നോക്കാം. ടെൻ ഓഫ് പെന്റക്കിൾസ്, Hanged Man, Eight of Pentacles, the Magician and Strength. ബോട്ടം വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം അനുകൂലമാണ്. കുറേ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. അത് കരിയറിലായാലും ഫിനാൻസിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് കുറേ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആയിരുന്നൊരവസ്ഥയിൽ നിന്നും ഒരു ചേഞ്ച്, കാരണം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സമയമാണ്. നമുക്ക് നോക്കാം. ചിലപ്പോൾ യാത്രകൾ ചെയ്യേണ്ടി വരാം, കൂടുതലായിട്ട് യാത്രകൾ ചെയ്യേണ്ടി വരുന്നൊരു സമയമായിരിക്കും ഒരു ഫെബ്രുവരിയിൽ. അപ്പോൾ അത് ചിലപ്പം നിങ്ങളുടെ ജോലി സംബന്ധമായോ അല്ലാതെയോ ഒക്കെ നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത്. പിന്നെ വേൾഡ് കാർഡാണ്. റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കിയപ്പോൾ ആദ്യമായിട്ട് കിട്ടിയത് വേൾഡ് കാർഡാണ്. അപ്പോൾ ഒരു ഫുൾഫില്ലായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ചിലപ്പോൾ വ്യക്തികൾ, നിങ്ങളെ വിട്ടിട്ട് പോയ വ്യക്തികളോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളോ നിങ്ങളിലേക്ക് വരാം. അത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണതയിലെത്തുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ആകാട്ടോ. അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ കരയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളത് ഫുള്ളി അത് നിങ്ങൾ വിട്ട് കളയുന്ന ഒരു എനർജി ഉണ്ട്. ഇൻഡിപെൻഡൻ്റ് ആകുന്നു എന്ന് പറയാം. മാത്രമല്ല നമ്മളുടെ സമയവും നമ്മളുടെ എനർജിയൊന്നും ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നൽ നിങ്ങൾ വന്നേക്കാം. ആ തോന്നൽ ശരിക്കും ദൃഢമായൊരു തോന്നലാണ്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അത് ഇമോഷനേക്കാളും നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, നിങ്ങളുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചില തീരുമാനങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മൂല്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കും എന്നുള്ളതാണ്. പിന്നെ മൂൺ കാർഡാണ്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു മാനസിക പ്രയാസത്തിലേക്ക് എത്തിയേക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്ന് വിചാരിച്ചാലും ഇപ്പോൾ ഈസി ആയിട്ട് അത് നടക്കണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതിൽ ഒരുപാട് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. എത്ര നിങ്ങൾ വിട്ടുകളയണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അത് പറ്റാതെ അതിൽ തന്നെ ശരിക്കും കടിച്ചു തൂങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. ആ ഒരവസ്ഥ നിങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായി ഇത് വേണ്ടാന്ന് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊരു മാനസിക പ്രയാസത്തിലേക്ക് പോയേക്കാം. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. പിന്നെ
പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ഉണ്ട്. ഒരു പുതിയ ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിൽ എങ്ങനെ ഒന്ന് രക്ഷപ്പെടാം. ഇത് രണ്ടായാലും അതിന് രണ്ടിനുള്ള ഡയറക്ഷൻ, കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ കിട്ടുന്നു. നമുക്ക് പല സമയങ്ങളിലും കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കും. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, ഒരു ഗൈഡൻസ് കിട്ടുന്നു എന്നൊക്കെ പറയാം. 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എതിരെ വരുന്ന പല കാര്യങ്ങളെയും ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി ഒരു എസ്കേപ്പ് ആകാൻ വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പം അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. അവരൊരു സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഇവർക്ക് വിട്ടുപോകണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ അങ്ങനെ തീരുമാനം എടുത്തിരിക്കാം. ഈ ഒരു വ്യക്തിയായിട്ട് ഒരു കണക്ഷന് വേണ്ടെന്ന് തീരുമാനം എടുത്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പം നിങ്ങളിൽ കുറേ കുറ്റം ആരോപിച്ച് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും, നിങ്ങൾക്കൊരു കുറ്റം ഉണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളും ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ വീണു, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് നിങ്ങൾക്കും തോന്നും. കാരണം അതിനു മുന്നേ ചിലപ്പോൾ അവർ വളരെ സ്നേഹമായിട്ടൊക്കെ നിങ്ങളോട് പെരുമാറി പെട്ടെന്നൊരു സമയം തൊട്ടടുത്ത സമയം നിങ്ങളിലൊരു കുറ്റം ഉണ്ടാക്കി നിങ്ങളെ അവർ കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾക്കതിൽ നിങ്ങളുടേതാണ് കുറ്റമെന്ന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായേക്കാം. അതിനെ ഖണ്ഡിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും അങ്ങനെ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് ചിന്തിക്കരുത്. ഇത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രാപ്പ് ഉണ്ടാക്കി ആ ട്രാപ്പിൽ നിങ്ങളെ വീഴ്ത്തുന്നതാണ് എന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. അപ്പോൾ സ്ട്രോങ് ആയിരിക്കണം, നമ്മളായിരിക്കണം പ്രയോറിറ്റി. നമ്മൾ മറ്റൊരാളിനും നമ്മളെക്കാൾ പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സന്തോഷങ്ങൾ ത്യജിക്കാൻ തയ്യാറാകരുത് ഒരിക്കലും. നമുക്കും മറ്റു വ്യക്തികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഇത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ താണു പോകുമ്പോഴാണ് ഇവർ ഈ ഒരു കാരണം ഉണ്ടാക്കിയൊക്കെ വിട്ടു പോകുമ്പോഴും കുറ്റം പറയുമ്പോഴും ഒക്കെ നമുക്ക് ഒരു സ്വയം ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു അവസരം ഈ ഒരു മാസം നിങ്ങൾ കൊടുക്കാതിരിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ റിലേഷൻഷിപ്പിൽ എടുക്കാൻ ശ്രമിക്കുക. അടുത്ത് ഇത് കരിയറാണ്. കരിയറിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തൊരു ചീറ്റിംഗ് ഉണ്ടായേക്കാം. എല്ലാവർക്കും അല്ല, കുറേ ആൾക്കാർക്കും. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പക്ഷെ എന്നിട്ട് നിങ്ങളെ ഒന്ന് ഒറ്റ കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ. അപ്പം ബി കെയർഫുൾ. ഈ ഒരു മാസം നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കുക. പ്രത്യേകിച്ചും മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. അതൊക്കെ ചിലപ്പം അത് എത്തേണ്ടിടത്ത് നിങ്ങളുടെ തെറ്റായിട്ട് അവിടെ എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു ട്രാപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളായി ഉണ്ടായാലും നമ്മൾ നല്ല ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരട്ടെ പോട്ടെ, പക്ഷെ നമ്മളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. പിന്നെ നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കുറേ പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കും. അത് കുറച്ച് സ്പീഡിലുള്ള ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റും. പെൻഡിങ് വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അങ്ങനെയാണ് കാണുന്നത്. 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നുകൊണ്ട് ടോട്ടലി ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഈ ഒരു മാസം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ നല്ല ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉള്ളപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യവും അവിടെ ആ കാര്യങ്ങളൊക്കെയും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ശരിക്കും ഒരു കൂട്ട് കൂടുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. കൂട്ട് കൂടുന്നതിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിരിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കുക. പിന്നെ 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഈ കൂട്ടുകൂടിയ ആൾക്കാർ തന്നെ നമ്മളോടൊരു മത്സരബുദ്ധി ഉള്ള ആൾക്കാരാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകും, ഇവർ ഈ കാണിച്ച സ്നേഹമൊക്കെ നമ്മളൊന്ന് ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോണ ഒരവസ്ഥ ഉണ്ടായേക്കാം. കാരണം നിങ്ങളോട് ഒരു മത്സര ബുദ്ധി ഉണ്ടായേക്കാം ആൾക്കാർക്ക് ഈ ഒരു മാസം. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുന്നതോ നിങ്ങളെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു
ഒരു മത്സരം, മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചാൻസും കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ 8 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ജോലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉഴപ്പാതിരിക്കുക. നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ വർക്ക് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് കൂടി ചോദിച്ച് അതിൻ്റെ ഒരു ഗൈഡൻസ് എടുത്തതിന് ശേഷം അത് ക്ലിയർ ആക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ റിസ്ക് എടുക്കണ്ട ഈ ഒരു മാസം എന്നുള്ളതാണ് ജോലിയിൽ. പിന്നെ മജീഷ്യനാണ് വന്നിട്ടുള്ളത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും. പിന്നെ ഈ ഒരു സമയം നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരുന്ന് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ഒരു സമയം നമുക്ക് മാജിക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് മാജിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തെ നമ്മളുടെ ഒരു പവർ, ജോലിയിൽ നമ്മൾ കൃത്യത ഉണ്ടായിരിക്കും. എന്തായാലും നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും. മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കും. പൊതുവേ നല്ലതാണ്, പക്ഷെ നമ്മളൊന്ന് മാത്രം മതി എന്നാണ് കരിയർ കാണുന്നത്. പിന്നെ ഫിനാൻസിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 10 ഓഫ് പെന്റാക്കിൾസിൻ്റെ എനർജിയാണ്. നമുക്ക് ഫിനാൻസ് ഉണ്ടാവും ഈ ഒരു സമയം, സ്ട്രെങ്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫിനാൻസിൽ സ്റ്റക്കായിരുന്ന ആൾക്കാർ, മൂവ്മെൻ്റ് ഇല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറി നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് വരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ കടബാധ്യതയൊക്കെ കൊണ്ട് തകർന്നു പോയ ആൾക്കാരുടെ അവരുടെ അവസ്ഥയിൽ നിന്ന് അവരതൊക്കെ മാറി നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ശക്തി, അതിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു സമയം. പിന്നെ ചീറ്റിങ്ങിൽ ഉൾപ്പെടാതെ നോക്കുക. കാരണം പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞു തരും. ഇവിടെ ഒരു ഹാങ്ങർമാനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ചില ഇൻവെസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓൺലൈൻ പോലത്തുള്ള കാര്യങ്ങളിലോ നമ്മൾ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഈ ഒരു മാസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇതാക്കരുത്. ഫിനാൻസ് അല്ലാതെ നല്ലതാണ്, പക്ഷെ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർ നമ്മളെ മിസ്ഗൈഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ പൊതുവേ ഈ ഒരു മാസം നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, ഫിനാൻസിൽ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു വീടോ ഒരു വാഹനമോ ഒക്കെ ഈ മാസം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീട് വാങ്ങുമെന്ന് കാണുന്നുണ്ട്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ കിട്ടും എന്നാണ് കാണുന്നത്. കുടുംബത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈഫോ ഹസ്ബൻഡോ അവർക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ്. കാരണം അതിനുള്ള പൈസ നമ്മളിൽ വരും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഒരു മാസം മണി എനർജി ഒരു ഹൈ ആയി നിൽക്കും ഈ ഒരു സമയം നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് പ്രതിസന്ധികൾ വന്നാൽ പോലും അതൊക്കെ മാറിപ്പോകുമെന്ന് സ്വന്തം ആയിട്ട് വിചാരിക്കുക. എന്നാൽ മാത്രമേ അത് മാറിപ്പോകുള്ളൂ. കാരണം ഇതിൽ 10 ഓഫ് പെന്റാക്കിൾസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ കൂടി അതിൽ വേണം എന്നുള്ളതാണ്. നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എല്ലാം തകർന്നു പോയി എന്ന് പറഞ്ഞ് ഇരിക്കാതിരിക്കുക. ഇതിൽ ഓവറോൾ എനർജി വരുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് വളരെ നല്ലതായിരിക്കും. പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൈസ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഫെബ്രുവരി മന്തിൽ നിങ്ങളുടെ കരിയറും ഫിനാൻസും റിലേഷൻഷിപ്പും. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.